അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാദരണീയരായ ഉസ്താദുമാർ, മറ്റു എൻ്റെ മുന്നിലിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ, വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കാലാതീതമായ മതമാണ്. മനുഷ്യർ സങ്കല്പിക്കുന്ന, ചർച്ച ചെയ്യുന്ന വിശ്വാസ പ്രത്യയശാസ്ത്രങ്ങളിൽ ഏക സത്യപ്രസ്ഥാനമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം വിശുദ്ധരായ സ്വഹാബത്തിലൂടെയും മുൻഗാമികളായ ഉലമാക്കളിലൂടെയും കൈമാറി വന്നതാണ്. എന്നാൽ ഈ പാരമ്പര്യത്തെയും പൈതൃകത്തെയും പൂർണ്ണമായും എതിർത്തുകൊണ്ട് ചില അവാന്തര വിഭാഗങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പ്രധാനമായും നമ്മളെ എതിർക്കുന്നത് ഒരു വിശുദ്ധമായ ഹദീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതാണ് ഹദീസ്? കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. മുഴുവൻ ബിദ്അത്തും വഴികേടാണെന്നും അത് നരകത്തിലേക്കുമുള്ളതുമാണെന്നാണ് ഈ ഹദീസിന്റെ സാരം. എന്നാൽ ഈ ഹദീസിൽ പറയുന്ന ബിദ്അത്ത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമായിട്ടാണ് നാം ഇതിനെ കണക്കാക്കുന്നത്. എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നില്ല. കാരണം മറ്റൊരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം: മൻ സുന്ന ഫീഹി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ അജ്റു മിൻ അമലി ബിഹാ. ആരെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ഒരു പുതുതായ ഒരു ചര്യയെ കൊണ്ടുവന്നാൽ അവൻ ചെയ്യുന്നതിന്റെയും മറ്റൊരാൾ അത് പിന്തുടരുന്നതിന്റെയും കൂലി അവനിക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നല്ല ബിദ്അത്തും ഉണ്ട് എന്ന്. ഈ ഒരു ഹദീസിനെ പറ്റി മഹാനരായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം: ഫീഹി അലൽ ഹിസ്സു അലൽ ഇബ്തിദാഇ ഫിൽ ഖൈറാത്തി. നല്ല ചര്യകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹദീസാണ് ഇത് എന്ന്. സ്വഹാബത്തിന്റെ കാലത്തു തന്നെ ഒട്ടനവധി നല്ല ബിദ്അത്തുകൾ ചെയ്തിട്ടുണ്ട്. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കാൻ കൽപ്പിച്ചതും, അതുപോലെ മഹാനരായ ഉമർ റളിയല്ലാഹു അൻഹു ജമാഅത്തിനെ, തറാവീഹിനെ ജമാഅത്തായി നിസ്കരിക്കാൻ കൽപ്പിച്ചതും, അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമഅക്ക് രണ്ടാം ബാങ്കിനെ കൊണ്ടുവന്നതും ഇതെല്ലാം നല്ല ഒരു ബിദ്അത്താണ്. രണ്ട് തരം ബിദ്അത്തുകളുണ്ട്: ബിദ്അത്തുൻ ഹസനത്തുൻ, ബിദ്അത്തുൻ സയ്യിഅത്തുമുണ്ട്. ബിദ്അത്തുൻ സയ്യിഅത്തിനെ പൂർണ്ണമായും നിഷേധിക്കേണ്ടതാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 4 മദ്ഹബിന്റെ ഇമാമുമാരും ഒരുമിച്ച് പറയുന്നത് കാണാം: ഖുർആനിനോടും ഇജ്മാഇനോടും ഖിയാസിനോടുമെല്ലാം എതിരായ ബിദ്അത്തുകളാണ് സയ്യിആയ ബിദ്അത്തുകൾ. ഇവയെല്ലാം നാം എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 4 മദ്ഹബിന്റെ ഇമാമുമാരും പറയുന്നത് കാണാം. എന്നാൽ നല്ല ബിദ്അത്തുൻ ഹസനത്തിനെ നാം പ്രോത്സാഹിപ്പിക്കുകയും അതിൽ ചിലത് അനുവദനീയവും ചിലത് സുന്നത്തും മറ്റു ചിലത് നിർബന്ധിതവുമാണ് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, എല്ലാ ബിദ്അത്തും ളലാലത്തല്ല, എന്നാൽ ഹസനത്തായ ബിദ്അത്ത് അവ ചെയ്യേണ്ടവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഹാബികൾ നമ്മെ എതിർക്കാൻ മറ്റൊരു ഖുർആനിന്റെ ആയത്ത് അവർ രൂപപ്പെടുത്താറുണ്ട്: അൽയൗമു അക്മൽതു ലക്കും ദീനുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ദീനിനെ പൂർണ്ണമാക്കി തന്നു എന്നാണ് ഈ ഖുർആനിലെ ആയത്തിന്റെ അർത്ഥം. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നാണ് ഇതിന്റെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം: മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും കാലത്തില്ലാത്ത നല്ല ബിദ്അത്തുകളെ നാം ഇവിടെ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന വഹാബികളെ പോലുള്ളവർ അവർ വിവരദോഷികളാണ് എന്ന് ഇമാം തഫ്താസാനി തങ്ങൾ പറയുന്നത് നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ ഉസ്താദുമാരുടെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും ശരിയായ ആശയങ്ങളും ആദർശങ്ങളും അടിയുറപ്പിച്ച് നിൽക്കാനും അതിൽ മരണം വരെ അടിയുറച്ചു നിൽക്കാനും വേണ്ടി അള്ളാഹുവിനോട് നാം ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അങ്ങനെ തന്നെ ആക്കി തരുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.